അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മുഹമ്മദ് ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഞാൻ റഅയ്തു സഈദ് ബിൻ സെയ്ദ് സഈദ് ബിനു സെയ്ദ് റഹ്മത്തുള്ളാഹി അലൈഹി ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇദാ ഫാതത്ഹു സ്വലാത്തുൽ ജമാഅ അഖദ ബിലിഹിയതിഹി വബക. അദ്ദേഹത്തിനൊരു ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടാൽ അദ്ദേഹം താടിയിൽ പിടിച്ചിങ്ങനെ കരയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് എന്നാണ്. മുഹമ്മദ് ബിൻ മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി സഈദ് ബിൻ സെയ്ദ് റഹ്മത്തുള്ളാഹിയെ കുറിച്ച് ഈ കാര്യം പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പേരിൽ സങ്കടപ്പെടുക. പലപ്പോഴും നമ്മൾക്ക് പല കാര്യങ്ങളിലും സങ്കടം ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ബിസിനസ്സിൽ ചെറിയ നഷ്ടം സംഭവിച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റവർക്കൊരു അപകടം സംഭവിച്ചാൽ നമ്മൾ ലൈഫിൽ കരയുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും ഇടക്കിടക്കൊക്കെ നമ്മൾ കരയും. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കരയോ? കരയണമെന്നുണ്ടെങ്കിൽ അത്രയും നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, ലൈഫിൽ അത്രയും ടെൻഷൻ വരുന്ന ഒരവസ്ഥ വരുമ്പോഴേ നമ്മളെ കണ്ണുനീര് വരുള്ളൂ പലപ്പോഴൊക്കെ. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെടുമ്പോൾ അദ്ദേഹം താടിയിൽ കൈവച്ച് താടിയിൽ പിടിച്ച് അദ്ദേഹം കരഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ നിസ്കാരം എന്നുള്ളത് എന്തുമേൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ടാകും. അതിലെ നഷ്ടം എത്ര വലിയ നഷ്ടമായിട്ട് അദ്ദേഹം കണ്ടിട്ടുണ്ടാകും. ആത്മീയത എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സഹോദരങ്ങൾ? അതൊരു വല്ലാത്ത അനുഭൂതിയാണ്. ആ അനുഭൂതി നഷ്ടപ്പെടുമ്പോൾ വല്ലാത്ത വിഷമവും ടെൻഷനും ഒക്കെ അത് അനുഭവിച്ച മനുഷ്യർക്കുണ്ടാകുമെന്ന് വലിയ മനുഷ്യരുടെ, ആബിദീങ്ങളുടെ, സാഹിദീങ്ങളുടെ, ആരിഫീങ്ങളുടെയൊക്കെ ജീവിതം അങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് കൊതി വരുന്ന രൂപത്തിൽ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും നമുക്കായിരുന്നെങ്കിൽ എന്ന്. അത് വല്ലാത്തൊരവസ്ഥയാണ്. അതിനുവേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അങ്ങനത്തെ ഒരു ഈമാനികമായ അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം പറയുന്നുണ്ട്, 40 വർഷമായിട്ട് എനിക്ക് ജമാഅത്ത് മിസ്സായിട്ടില്ല എന്നാണ്. അദ്ദേഹം തന്നെ പറയുന്നത് കാണാം, മാ അദ്ദനൽ മുഅദ്ദിനു മുൻദു 30 സന ഇല്ല വാന ഫിൽ മസ്ജിദ്. കഴിഞ്ഞ 30 വർഷത്തിൽ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഞാൻ പള്ളിയിൽ ഉണ്ടാകുമെന്നാണ്.